നമസ്കാരം ഗൈസ്. കൂലി കണ്ടു. കൂലിയെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ലോകേഷ് കനകരാജ് കോമ്പിനേഷനിൽ വന്ന കൂലി. ആ പറയുമ്പോൾ തന്നെ ഉണ്ട് അതിനകത്തുള്ള ആ ഒരു പവർ, ആ ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്ക് കൂലി എന്ന സിനിമയിൽ ഉണ്ടായിരുന്നത്. അതായത് ലോകേഷ് കനകരാജിനെ പോലെ ഒരു ബ്രാൻഡ് ഡയറക്ടർ, നമ്മുടെ മാനഗരം, കൈതി, വിക്രം, മാസ്റ്റർ, എല്ലാവരും കംപ്ലൈൻ്റ് ഒക്കെ പറയുകയാണെങ്കിലും ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ് മാസ്റ്റർ. അതേ കണക്ക് തന്നെ ലിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, പിന്നെയും ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ലിയോ എന്ന് പറയുന്നത്. ഭയങ്കര പ്രത്യേകിച്ച് ലിയോയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അതൊരു ലോകേഷ് സ്പെഷ്യൽ മേക്കിംഗ് തന്നെയാണ്. അപ്പം ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 5 പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറും നമ്മുടെ സൂപ്പർ സ്റ്റാറും, ശരിക്കും പറഞ്ഞാൽ ഉലകനായകൻ കമൽഹാസന് വരെ ഒരു കിടിലൻ കംബാക്ക് കൊടുത്ത ഡയറക്ടറാണ് ലോകേഷ്. അപ്പോൾ ആ ഒരു ഡയറക്ടറും നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും കൂടെ ഒന്നിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഹൈപ്പ് എനിക്കുണ്ടായിരുന്നു, ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതല്ലാതെ ഈ ഒരു സിനിമയുടേതായിട്ട് വന്നിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ, ആ അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി നൽകുന്ന ഒന്നായിരുന്നില്ല. ആ അപ്ഡേറ്റ്സ് തൊട്ടേ എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി നൽകുന്ന ഒന്നായിരുന്നില്ല. അതിനകത്തൊരു എക്സെപ്ഷൻ ഉള്ളത് നമ്മുടെ പവർ ഹൗസ് സോങ് മാത്രമാണ്. അത് തിയേറ്ററിലും ഗംഭീരമായിരുന്നു കേട്ടോ. അനിരുദ്ധ്, അതിനെക്കുറിച്ചൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ. പിന്നെ കുറേ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. നാഗാർജുന, തെലുങ്കിൽ നിന്ന് നാഗാർജുന, കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര, മലയാളത്തിൽ നിന്ന് നമ്മുടെ സൗബിൻ, പിന്നെ അതുകൂടാതെ നമ്മുടെ ബോളിവുഡിൽ നിന്ന് അമീർ ഖാൻ. അത് ശരിക്കും ഒരു കോമഡിയാണ് കേട്ടോ. അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റാർ കാസ്റ്റിൽ വരുന്ന ഒരു പടം, ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ആയാലും ബാക്കിയുള്ള സോങ്സ് ആയാലും എനിക്ക് ഇതിനു മുമ്പ് ഇറങ്ങിയ ലോകേഷ് പടങ്ങളുടെ ആ ഒരു ക്വാളിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നില്ല. ലിയോയിലൊക്കെ അറിയാലോ, ലിയോ ആയാലും മാസ്റ്റർ ആയാലും വിക്രം ആയാലും എല്ലാം അനിരുദ്ധ് ഏതൊക്കെ രീതിയിലാണ് കത്തിച്ചിട്ടുള്ളതെന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പക്ഷേ അതിൻ്റെ ഒന്നും 7 അയലത്ത് കൂലിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നതായിട്ട് എനിക്ക് റിലീസിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കൂലി എന്ന സിനിമയിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രൻ എന്ന മ്യൂസിക് ഡയറക്ടറാണ്. ശരിക്കും ഈ ഒരു കൂലി എന്ന സിനിമയെ പിടിച്ചു നിർത്തുന്നത് അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ശരിക്കും തലൈവർക്ക് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും നാഗാർജുനയ്ക്കായാലും ഉപേന്ദ്രയ്ക്കായാലും ശരിക്കും പറഞ്ഞാൽ അത് വഴിയെ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ്, എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നൊരു പോസിറ്റീവ്, അത് അനിരുദ്ധാണ്. അനിരുദ്ധ് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് തന്ന ഒരു സിനിമയാണ് കൂലി. ലോകേഷിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിലിമോഗ്രഫിയിലെ ഏറ്റവും മോശം പടമെന്ന് എനിക്ക് പറയേണ്ടി വരും. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയ ഒരു സിനിമ അതാണ് കൂലി. ശരിക്കും ലോകേഷ് തന്നെയാണോ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോകുന്ന പോലെയാണ് ഈ ഒരു സിനിമ. ലോകേഷ് ആകാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും തോന്നി. അതായത് എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയത് അമീർ ഖാൻ്റെ കേസിൽ. അങ്ങ് ബോളിവുഡിൽ കിടന്ന അമീർ ഖാനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരുമാതിരി കുട്ടി നിക്കറൊക്കെ ഇടിപ്പിച്ച് ടിൻഡുമോൻ കെവിയെ പോലെ നടത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബീഡി വലിപ്പിച്ച് വിട്ട ഒരവസ്ഥ. അതാണ് അമീർ ഖാൻ്റെ റോള്. ആമിർ ഖാൻ്റെ റോൾ ഇത്രേ ഉള്ളൂ. ശരിക്കും ഏതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റോളിൻ്റെ ഒരു ആവശ്യമില്ല. ആ ഒരു റോൾ ഇല്ലെങ്കിലും കഥ കംപ്ലീറ്റ് ആണ്. ശരിക്കും അമീർ ഖാൻ ആ ഒരു കുട്ടി നിക്കറൊക്കെ ഇട്ട് പട്ടിയം പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരി വന്നു. ഒരുമാതിരി അമുൽ ബേബി, ടിൻഡുമോൻ കെബി ഒക്കെ വരുന്ന കണക്ക് ഒരു ഫീലാണ് എനിക്ക് ആ ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ഭയങ്കര കൊടൂര വില്ലനൊക്കെ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കാണുന്ന സമയത്ത് തലവരെ നീങ്ങളോ, മറ്റേ കൊച്ചി രാജാവിന് ദിലീപിനെ കാണുമ്പോഴത്തേക്കും ഉള്ള സീനില്ലേ, അതേ സെയിം സാധനമാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചത്. തലവരെ നീങ്ങളോ, എടേ റോളക്സിനെ പോലെയൊക്കെ ഒരു ക്യാരക്ടറിനെ തമിഴ് സിനിമയ്ക്ക് നൽകിയ ലോകേഷ് കനകരാജാണോ ഇത് ചെയ്തു വച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ ഒരു സിനിമയിലെ ഏറ്റവും കോമഡി സംഭവം അമീർ ഖാൻ്റെ ആയിരുന്നു. ഏറ്റവും കിടിലൻ, അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കിട്ടിയെന്നതിനേക്കാൾ മുകളിൽ ഒരു എലിവേഷനും മാസ് ഇൻട്രോയും ഒക്കെ കിട്ടിയത് നമ്മുടെ കന്നഡ നടൻ ഉപേന്ദ്രയ്ക്കാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഉപേന്ദ്രയുടെ ഒരു പടം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പേര് മറന്നു പോയല്ലോ, മറ്റേ KGF പോലെ ഉള്ളൊരു പടം ഉണ്ടല്ലോ, അയ്യോ അതിനകത്തൊക്കെ വൻ അപരാധമായിരുന്നു. ആ ഉപേന്ദ്രയെ നല്ല കിടിലനായിട്ടാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കുറച്ചേ ഉള്ളെങ്കിലും നല്ലപോലെ ലോകി പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്ക് വയസ്സായി, ആ പോരായ്മകളൊക്കെ സ്ക്രീനിൽ കാണാനായിട്ടുണ്ട്. ശരിക്കും ലോകേഷ് കനകരാജിന് നമ്മുടെ രജനീകാന്തിൻ്റെ വീക്ക് പോയിന്റ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് പോലെ എനിക്ക് തോന്നി. അത് നല്ലതുപോലെ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്ത ഒരു ഡയറക്ടറാണ് നെൽസൺ. ജയിലറിൽ അത് നമുക്ക് തോന്നത്തേയില്ല. അങ്ങനെ ഒരു വീക്ക് പോയിന്റ് ഉള്ളത് കണക്കോ രജനീകാന്തിന് പ്രായമായത് കണക്കോ അങ്ങനെ ഒരു തോന്നിക്കാത്ത ഒരു സിനിമയായിരുന്നു ജയിലർ. അത് ഇപ്പോഴും ഒരു മാജിക്കായിട്ട് നിൽക്കുക കേട്ടോ. ഒരു തരത്തിലും അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ലോകേഷ് കനകരാജും പരാജയപ്പെട്ടു എന്ന് കൂലി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മുടെ വെട്ടയാൻ ഇറങ്ങിയ സമയത്തും അതിനകത്തും
പുള്ളിക്ക് വയ്യായിരുന്നു. അത് കണക്ക് പ്രായമായല്ലോ. അതിൻ്റെ ക്ഷീണങ്ങളെല്ലാം നമുക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും എല്ലാം വില്ലന്മാരെ അടി കൊള്ളാനായിട്ട് നമ്മുടെ രജനീകാന്തിന്റെ നേർക്ക് വരുന്ന രീതിയിലുള്ള ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫൈറ്റിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തും സെയിം അവസ്ഥ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അക്കാര്യത്തിൽ നെൽസനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ജയിലർ 2-നായിട്ടും ഇതൊക്കെ കൊണ്ട് തന്നെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു സിനിമ തുടങ്ങി 1 മണിക്കൂർ ഏകദേശം ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു. രജനീകാന്തിന്റെ ആ ഒരു ടൈറ്റിൽ കാർഡും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു സ്പെഷ്യൽ ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ട്. ആ ഒരു ഇൻട്രോയും കിടിലനായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഒരു 1 മണിക്കൂർ ഭയങ്കര ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും ഉറക്കം വരുന്ന രീതിയിലാണ് സിനിമ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇൻട്രോയിലൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്കും പിന്നെ ഒരു ഓക്കേഷ് മട്ടിലായി. സെക്കൻഡ് ഹാഫും അങ്ങനെ തന്നെയാണ്. ഒരു ഓക്കേഷ് മട്ടിലാണ് മൊത്തം പോയത്. മൊത്തം കൊണ്ട് അവസാനം കലമിട്ടുടച്ച കണക്ക് അമീർ ഖാന്റെ എൻട്രി. അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഓക്കേഷ് ആയിട്ടും ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര അങ്ങോട്ട് ഇൻട്രോയിൽ കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. കഴിഞ്ഞ ലിയോയിലൊക്കെ ഇന്റർവെൽ സീൻ തന്ന ആ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, ലിയോവിഡ് വിക്രം, എൻ്റെ മോനെ, ആ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, ആ ഒരു എന്തുവാ പറയുന്നത്, ആ ഒരു കിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ 1% പോലും കൂലിയിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. പലരും പറയുന്നുണ്ട് നമ്മുടെ ലിയോ ലോകേഷിന്റെ ഏറ്റവും വേസ്റ്റ് മേക്കിംഗ് ആണെന്ന്. പക്ഷേ കൂലി ഒന്ന് കണ്ടു നോക്കണം. ലിയോ ഒക്കെ ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്തൊരു കിടിലൻ മേക്കിംഗ് ആയിരുന്നു. വിജയെ പ്രസന്റ് ചെയ്ത രീതി, ആ ഒരു സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒഴിച്ച് ബാക്കി പടം ടോപ്പായിരുന്നു. ആ ലോകേഷ് ആണോ കൂലി ഡയറക്റ്റ് ചെയ്തതെന്ന് തോന്നിപ്പോയി ഒരു പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും. മൊത്തത്തിൽ കൈവിട്ടു പോയ ഒരു അവസ്ഥ. പിന്നെ നമ്മുടെ ശ്രുതിഹാസനുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അധികം ബോറാക്കിയ പോലെയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. നാഗാർജുനയും ആ ഒരു വില്ലൻ കഥാപാത്രത്തിന് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് ഡയറക്ടർക്ക് സാധിച്ചില്ല. പുള്ളി നല്ലതായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കൊടൂര വില്ലന്റെ ഒരു സംഭവം കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. സൗബിനും അതേപോലെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ നമുക്കറിയാലോ മലയാളത്തിൽ സൗബിൻ എങ്ങനെയാണെന്ന്. ആ ഒരു രീതിയിൽ തന്നെ ഇതിനകത്ത് അഭിനയിച്ച് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് നല്ല രീതിയിലുള്ള ഒരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. സൗബിൻ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആദ്യം ഫഹദ് ഫാസിലിനെയാണ് ലോകേഷ് കനകരാജ് സമീപിച്ചതെന്നൊക്കെ ഉള്ള ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫഹദിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടി ഈ വേട്ടയാനിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു കോമഡി റോൾ ചെയ്യുന്നതിനെ കാട്ടി ഇത് ചെയ്യുന്നതായിരുന്നു ഭേദമെന്ന് തോന്നി. കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ. ആ ഒരു ഇമ്പാക്റ്റ് സൗബിൻ ചെയ്തപ്പോഴത്തേക്കും കിട്ടാത്തത് പോലെ, ഒരു എടുത്താ പൊങ്ങാത്ത ഒരു കാര്യം പുള്ളി ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്ക് ഏറ്റവും ദേഷ്യം ആ ഒരു അമീർ ഖാന്റെ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ ഒരു കോമഡി പീസാക്കി കളഞ്ഞതാണ്. ഹെലികോപ്റ്ററിലൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നെ ഇപ്പൊ തകർക്കും. അത് ആ ഒരു അതേ കണക്കൊരു എന്താ പറയുക സിറ്റുവേഷനിലാണ് പുള്ളിയുടെ എൻട്രി. പക്ഷേ ഈ വന്നിട്ട് പുള്ളി ഹീറോ ആണോ വില്ലനാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. എന്തായാലും പോട്ടെ, ഈ ക്ഷീണം നമുക്ക് ലോകേഷിന്റെ കാര്യത്തിൽ കൈദി 2, സൂപ്പർ സ്റ്റാറിന്റെ കാര്യത്തിൽ ജയിലർ 2. എൻ്റെ പൊന്നെ, രണ്ടും കിടക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഒരു പടം അങ്ങനെ അങ്ങോട്ടങ്ങ് വർക്കൗട്ട് ആയില്ല.